ലോക്സഭയിലെ സീറ്റെണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി എതിർക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനം. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവരുന്ന 3 ബില്ലുകളെയും എതിർക്കും. പുതിയ ഭേദഗതികളില്ലാതെ നിലവിലെ വനിതാ സംവരണ ബില്ല് നടപ്പാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. നാളെ തമിഴ്നാട്ടിൽ DMK കരിങ്കൊടി പ്രതിഷേധം നടത്തും. സംസ്ഥാനങ്ങളുമായി സമായത്തിലെത്താതെ കേന്ദ്രം മുന്നോട്ടു പോകുന്നത് ആശങ്കാജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാൻ 3 ദിവസത്തെ പാർലമെന്റ് പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകാനിരിക്കെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ യോഗം ചേർന്ന് നിലപാട് തീരുമാനിച്ചത്. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 വനിതാ സംവരണം നടപ്പാക്കാനാണ് ബില്ലിലെ വ്യവസ്ഥ. എന്നാൽ മണ്ഡല പുനർനിർണയം തിരക്കിട്ട് നടത്തുന്നതിനോട് യോജിപ്പില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഭേദഗതികളില്ലാതെ നിലവിലെ വനിതാ സംവരണ ബില്ല് നടപ്പാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. സ്ത്രീ സംരക്ഷണത്തിന് എതിരല്ലെന്നും നിലവിൽ ബില്ല് കൊണ്ടുവരുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. All party we are going to take one stand. We unitedly should fight in Parliament and we'll oppose this bill. But I want to tell you we are not against the reservation. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭയിൽ പ്രാതിനിധ്യം നഷ്ടമാകുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംസ്ഥാനത്തു നിന്നുള്ള MP-മാരുടെ യോഗം വിളിച്ചു. നാളെ DMK സംസ്ഥാന വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിക്കും. நாளைக்கு நாடாளுமன்றத்தில் அவங்க கொண்டு வர போற சட்ட திருத்தத்துக்கு எதிர்ப்பை காட்டுற மாதிரி தமிழ்நாட்டில் எல்லாரும் நம்ம வீட்டில் கருப்பு கொடியை ஏற்றுவோம். கருப்பு சட்டத்தை எதிர்த்து நம்ம எதிர்ப்பின் அடையாளமா കറുപ്പ് കൊടിയെ ഏറ്റുവോം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയുണ്ടാകില്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. അതേസമയം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി എതിർത്താൽ ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ ആവശ്യമായ 3/2 ഭൂരിപക്ഷം സർക്കാരിന് ലഭിക്കില്ല. മണ്ഡല പുനർനിർണയമില്ലാതെ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള വ്യവസ്ഥകൾ പ്രതിപക്ഷം പാർലമെന്റിലെ ചർച്ചയിൽ അവതരിപ്പിച്ചേക്കും. ഇതിനിടെ വനിതാ സംവരണത്തെ പിന്തുണച്ച് മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.